ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മളൊരു ചെറിയ വീഡിയോ ചെയ്യുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നൈനൂസിൻ്റെ അപ്പൂപ്പനും അമ്മയും വന്നിട്ടുണ്ടായിരുന്നു നാട്ടിൽ നിന്ന്. സോ ഇന്നവർ തിരിച്ചു പോവുകയാണ്. അപ്പം ചെറിയൊരു സന്തോഷവും സങ്കടവും എല്ലാം ആയിട്ടുള്ളൊരു ദിവസമാണിന്ന്. അപ്പം നൈനൂസിനെ നമ്മളിന്ന് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയില്ല, കാരണം ചെറിയൊരു പനിയുണ്ടായിരുന്നു. അതുകൊണ്ട് ഹായ്, രാവിലെ തന്നെ അച്ഛനും അമ്മയും എഴുന്നേറ്റു. അവർ പാചകമൊക്കെ ചെയ്തു. നമ്മൾ പിന്നെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അവർ രാവിലത്തേക്കുള്ള പാചകങ്ങളൊക്കെ ചെയ്തു. ഉച്ചയ്ക്ക് കൊണ്ടുള്ള ചോറും തോരനും ചമ്മന്തിയും, രാവിലത്തേക്ക് പുട്ടും, രാത്രിയിലേക്ക് ചപ്പാത്തി എല്ലാം ചെയ്തിട്ട് അപ്പം പിന്നെ രാവിലെ റെഡിയായി. എല്ലാ അച്ഛന്മാരെ പോലെ തന്നെ എൻ്റെ അച്ഛനും, അത് നൈനൂസിൻ്റെ അപ്പൂപ്പനും രാവിലെ റെഡിയായി നൈനൂസിൻ്റെ അടുത്ത് കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നു. പിന്നീട് അമ്മൂമ്മ പയ്യെ റെഡിയായിട്ട് വിളക്കൊക്കെ വെച്ചിട്ട് പൂജയൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. നൈനൂസിനൊന്നും മനസ്സിലാവുന്നില്ല. പെട്ടികളെല്ലാം അവിടെ ഇരിപ്പുണ്ട്. പെട്ടികളുടെ മേളിൽ നൈനൂസ് ഇങ്ങനെ കയറിയിരുന്ന് കളിക്കുകയാണ്. നൈനൂസിനൊന്നും അറിയത്തില്ലല്ലോ. പുറത്ത് അപ്പൂപ്പൻ ഇങ്ങനെ നിൽക്കുന്നു. ക്യാബ് ബുക്ക് ചെയ്ത് നോക്കി നിൽക്കുകയാണ് അപ്പൂപ്പനെ നോക്കി നൈനൂസ് ഇവിടെ നിൽക്കുമായിരുന്നു. പിന്നീട് അമ്മൂമ്മ വന്നു. അമ്മൂമ്മ പയ്യെ നൈനൂസിനെ എടുത്തു വെച്ച് നേരമൊക്കെ കളിപ്പിച്ചു. കാരണം എന്തായാലും പോവല്ലേ, ഇനി അവർ എന്നാ വരുന്നതെന്ന് നമുക്കറിയത്തില്ല. കുറേ നാളിന് ശേഷമായിരിക്കും വരുന്നത്. പിന്നെ അപ്പൂപ്പനും കുറച്ച് നേരം നൈനൂസിനായിട്ട് കളിക്കുകയൊക്കെ ചെയ്തു. പിന്നീട് പോകാനുള്ള സമയമായി. ക്യാബ് അപ്പോഴത്തേക്ക് ബുക്ക് ചെയ്ത് വന്നു. പിന്നീട് പ്രിയങ്ക അപ്പോഴത്തേക്ക് ഉറക്കം എഴുന്നേറ്റിരുന്നു അവരെ യാത്ര ചെയ്യിക്കാനായിട്ട്. നമ്മൾ പിന്നെ കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ ഇവിടുന്ന് കൊണ്ടുപോകാനായിട്ട്. കാരണം അമ്മയ്ക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ വാങ്ങി ഇവിടുന്ന് കൊണ്ടുപോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഡിമാർട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ അമ്മ എന്തെങ്കിലും ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങും. നാട്ടിൽ കിട്ടാത്ത സാധനങ്ങളൊക്കെ അതൊക്കെ വാങ്ങിച്ച് വെച്ചു. അതിന് ഓൾറെഡി അച്ഛൻ വഴക്കായിരുന്നു. പിന്നെ നമ്മളെല്ലാവരും സംസാരിച്ച് കുഴപ്പമൊന്നും ഇല്ലാതാക്കി എല്ലാം പാക്ക് ചെയ്തു, അങ്ങനെ വെച്ചു. പിന്നീട് വിഷമമുണ്ട് എല്ലാവർക്കും. അമ്മൂമ്മയ്ക്കും അപ്പൂപ്പനും ഭയങ്കര വിഷമം. നൈനൂസിനെ ഇനി എന്നാ കാണുന്നത് അറിയത്തില്ല. അമ്മയൊരു ഉമ്മയൊക്കെ കൊടുത്തു. നൈനൂസിനാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല. നൈനൂസ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നെയാണ് നോക്കുന്നത് നൈനൂസ് കൂടുതലും. ഞാനെവിടെ പോകുമെന്നും പറഞ്ഞു. പിന്നീട് പ്രിയങ്ക നൈനൂസുമായിട്ട് വെളിയിലോട്ട് വന്നു. അവരെ കാറിലോട്ട് കയറ്റി. നമ്മൾ പിന്നെ ക്യാബ് ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ നമുക്ക് സ്റ്റേഷനിലോട്ട്. സെക്കൻഡ്രാബാദ് സ്റ്റേഷനാണ്. ഇവിടുന്ന് അധിക ദൂരമില്ല. പിന്നീട് നൈനൂസിന് അപ്പൂപ്പന് ഒരു 500 രൂപ കിട്ടി കേട്ടോ. ഞാനിനി വാങ്ങും അത് എന്നാലും. പിന്നീട് നൈനൂസിന് അമ്മൂമ്മ ടാറ്റയൊക്കെ കൊടുത്തു. കണ്ണൊക്കെ നിറഞ്ഞു കേട്ടോ എല്ലാവരുടെയും. അറിയാമല്ലോ, ദൂരെ നിന്ന് മാറി നിൽക്കുമ്പം ഇനി എന്നാ കാണുന്നതെന്ന് അറിയത്തില്ല, എന്നാ വരുന്നതെന്ന് അറിയത്തില്ല. പക്ഷേ നൈനൂസിന് സന്തോഷം. നൈനൂസിനൊന്നും മനസ്സിലാവുന്നില്ല. വണ്ടി പോകുന്നതിൻ്റെ സന്തോഷം നൈനൂസിന് ടാറ്റയും പറഞ്ഞു. പിന്നെ നമ്മൾ സ്റ്റാർട്ടായി. അമ്മൂമ്മ എപ്പോഴും വിഷമത്തിലാണ് കേട്ടോ. അപ്പൂപ്പനും ഒട്ടും മോശമല്ല, ചെറിയൊരു സങ്കടമുണ്ട്. പിന്നീട് കുറച്ച് മുമ്പോട്ട് പോയപ്പോഴത്തേക്ക് അറിയാമല്ലോ, ഹൈദരാബാദ് നല്ല ട്രാഫിക്കായിരുന്നു. എന്നാലും കുഴപ്പമില്ല, കാരണം നമുക്ക് സമയമുണ്ട്. ഇനി ചെന്ന് കയറാൻ വലിയ ദൂരവും ഇല്ല. പിന്നെ അടുത്താണ് നമുക്ക്. ട്രാഫിക് ആയാലും കുഴപ്പമില്ല, കാരണം ട്രെയിന് കുറച്ച് സമയം എടുക്കും. 12-20 ആവും. അപ്പം നമ്മളിവിടെ നിന്ന് യാത്ര ചെയ്തിട്ട് പിന്നെ ട്രാഫിക്കിൽ വലഞ്ഞിച്ചിരി ചെന്നാലും പ്രശ്നമൊന്നുമില്ല. അങ്ങനെ നമ്മൾ സ്റ്റേഷനിലെത്തി കഴിഞ്ഞിട്ട് അച്ഛൻ ഓരോ ലഗേജൊക്കെ എടുത്ത് അവർ മുമ്പിലോട്ട് പോയി. ചെറിയൊരു കൺഫ്യൂഷനുണ്ട് ഇപ്പോൾ സ്റ്റേഷന്. അതുകൊണ്ട് പിന്നെ അതൊക്കെ വെച്ചിട്ട് ഞാൻ റൂട്ട് പറഞ്ഞു കൊടുത്ത് മുമ്പോട്ട് പോയി. ഇവിടെ പണി നടക്കുവാണ് സ്റ്റേഷൻ്റെ. അങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് നിന്നു. പെട്ടെന്ന് നമുക്ക് അനൗൺസ്മെൻറ്റ് വന്നു, പ്ലാറ്റ്ഫോം. അങ്ങനെ നമ്മൾ പ്ലാറ്റ്ഫോമിൽ പോയി. ട്രെയിൻ സെക്കൻഡ്രാബാദിൽ നിന്ന് തന്നെയാണ് സ്റ്റാർട്ടാവുന്നത്. അതുകൊണ്ട് പിന്നെ ട്രെയിനകത്ത് നമ്മൾ ആദ്യമേ കയറി അങ്ങ് ഇരുന്നു. പിന്നെ 1 മണിക്കൂർ മുമ്പേ നമ്മൾ സ്റ്റേഷനിൽ വന്നു. അപ്പൂപ്പനെ അറിയാമല്ലോ, അപ്പൂപ്പൻ നേരത്തെ വന്ന് സ്റ്റേഷനിൽ വരണം, നേരത്തെ റെഡിയായി, നേരത്തെ സ്റ്റാർട്ടാണ്. അതുകൊണ്ട് പിന്നെ സ്റ്റേഷനിൽ വന്നു. 1 മണിക്കൂർ മുമ്പ് ട്രെയിനിൽ കയറിയിരുന്ന് ചായ കുടിക്കുവാണ് രണ്ടുപേരും. ചായയൊക്കെ കുടിച്ചിങ്ങനെ ഇരുന്നു. പിന്നീട് ട്രെയിൻ സ്റ്റാർട്ടായി. ഞാൻ വെളിയിലിറങ്ങി ടാറ്റ കൊടുത്തു. അമ്മ ഭയങ്കര വിഷമത്തിലായിരുന്നു. മോനെ ഇനി എന്ന് കാണും, അതായത് എന്നെ ഇനി എന്ന് കാണുമെന്ന് അറിയത്തില്ല. കുറേ നാൾ കഴിഞ്ഞിട്ടല്ലേ വന്നത്. ഇനി നമ്മൾ ഓണത്തിനൊക്കെ പോകണമെന്ന് വിചാരിക്കുന്നു. പിന്നെ വിഷമമുണ്ട്. അപ്പൂപ്പനുമുണ്ട്, അമ്മൂമ്മയ്ക്കുമുണ്ട്, അച്ഛനും അമ്മയ്ക്കും നല്ല വിഷമമുണ്ട്. പിന്നീട് അവർ സമയത്തിന് ട്രെയിൻ സ്റ്റാർട്ടായി. അവർ പോയി ടാറ്റയൊക്കെ തന്നു. അതിനുശേഷം ഞാനും വീട്ടിലോട്ട് ഇനി പോയി.